നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഖത്തറിലെയും ഇറാഖിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ഇറാൻ. അമേരിക്കയുടെ ഖത്തറിലെ അൽ ഉദൈദ് വിമാനത്താവളം 10ഓളം മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. അമേരിക്കക്കെതിരെ സൈനിക നടപടി തുടങ്ങിയെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാഖിലെ അമേരിക്കൻ താവളവും ഇറാൻ ആക്രമിച്ചതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അൽ ഉദൈദ് വ്യോമത്താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ ഫലപ്രദമായി തടയാനായെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകൾ പ്രതിരോധിച്ചെന്നും സായുധ സേന ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായും ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കിയ ഇറാൻ, ഖത്തറല്ല അമേരിക്കക്കുള്ള തിരിച്ചടിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അൽ ഉദൈദ് വ്യോമത്താവളത്തിന് നേരെയുള്ള മിസൈൽ ആക്രമണം ഖത്തറിലെ ജനവാസ മേഖലകളിൽ നിന്ന് വളരെ അകലെയാണെന്നുമാണ് ഇറാനിയൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ വിശദീകരണം. ഈ നടപടി സൗഹൃദവും സഹോദരതുല്യവുമായ രാജ്യമായ ഖത്തറിനും അവിടുത്തെ ജനങ്ങൾക്കും ഒരു ഭീഷണിയും ഉയർത്തുന്നതല്ലെന്നും അമേരിക്കക്കുള്ള തിരിച്ചടി മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇറാൻ വിശദീകരിച്ചു. ഇസ്രായേലിനൊപ്പം ചേർന്നുള്ള അമേരിക്കൻ ആക്രമണത്തിനുള്ള ഇറാന്റെ തിരിച്ചടിയായ ബഷാരത്ത് അൽ ഫത്തഹ് ഓപ്പറേഷനെ പരിഹസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. എല്ലാ മുന്നറിയിപ്പും നൽകിയിട്ട് ആളൊഴിഞ്ഞ വ്യോമത്താവളത്തിൽ ബോംബിട്ട് പോന്നു എന്നാണ് ഇറാന്റെ തിരിച്ചടിയെക്കുറിച്ച് ട്രംപ് അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണം ദുർബലമെന്നും ഇറാൻ നേരത്തെ വിവരം നൽകിയെന്നും US പ്രസിഡന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ഖത്തറിലെ സൈനിക താവളത്തിലേക്ക് ഇറാന്റെ 14 മിസൈലുകൾ വന്നു. അതിൽ 13 എണ്ണവും വീഴ്ത്തിയെന്നും ഒരെണ്ണം ദിശ തെറ്റി എങ്ങോട്ടോ പോയെന്നും ട്രംപ് പരിഹസിച്ചു. ഇസ്രായേലിനൊപ്പം ചേർന്നുള്ള അമേരിക്കൻ ആക്രമണത്തിനുള്ള ഇറാന്റെ തിരിച്ചടിയായ ബഷാരത്ത് അൽ ഫത്തഹ്ക്ക് പിന്നാലെ അടച്ചിട്ട വ്യോമത്താവളം തുറന്ന് ഖത്തർ വിമാന സർവീസ് പുനരാരംഭിച്ചതായും ഖത്തർ അറിയിച്ചു. ഖത്തർ എയർവേസ് സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിലായിരുന്നു നേരത്തെ ഇറാൻ ആക്രമണം നടത്തിയ. ഖത്തർ വ്യോമഗതാഗതം തുറന്നതിന് പിന്നാലെ കുവൈത്തും വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇസ്രായേലും ഇറാനും പൂർണ്ണമായ വെടിനിർത്തലിലെത്തിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇറാനാകും വെടിനിർത്തൽ ആരംഭിക്കുകയെന്നും 12 മണിക്കൂറിന് ശേഷം ഇസ്രായേലും അത് പിന്തുടരും. 24 മണിക്കൂറിന് ശേഷം യുദ്ധം അവസാനിപ്പിച്ചതായി ഔദ്യോഗികമായി കണക്കാക്കുമെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനത്തോട് ഇസ്രായേലോ ഇറാനോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനിലെ ഫോർദോ, സദാൻസ്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾ US ആക്രമിച്ചതിനുള്ള തിരിച്ചടി തുടരുമെന്ന് ഇറാൻ പറഞ്ഞു. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US-നെ ശിക്ഷിച്ച ശേഷം നയതന്ത്ര ചർച്ച ആരംഭിക്കാമെന്നും US ചർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ US-ഉം ഇസ്രായേലും ആദ്യം ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. നിലമ്പൂരിലെ ആവേശ പോരാട്ടത്തിൽ 11,077 വോട്ടിന്റെ ഭൂരിപക്ഷവുമായി വിജയിച്ച UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ശതമാനക്കണക്കിലും വ്യക്തമായ മേധാവിത്വം പുലർത്തി. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ 44.17% വോട്ട് സ്വന്തമാക്കിയാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയമുറപ്പിച്ചത്. വോട്ടെണ്ണലിൻ്റെ തുടക്കം മുതൽ വോട്ട് ശതമാനത്തിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരുന്നു മുന്നിട്ട് നിന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF വിജയം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടേതാണെന്ന് BJP പറഞ്ഞു. കേരള ജനതയ്ക്ക് മേൽ അടുപ്പിച്ച അനാവശ്യ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നത് എന്നതാണ് തുടക്കം മുതലുള്ള BJPയുടെ നിലപാട്. ഇരു മുന്നണികളുടെയും മുസ്ലിം പ്രീണനവും നിലമ്പൂരിലെ വികസന മുരടിപ്പും ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ സാധിച്ചുവെന്നും BJP പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ പ്രതികരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്, ജമാഅത്തെ ഇസ്ലാമി എന്ന അപ്പം UDFന് ഇന്ന് മധുരിക്കും, നാളെ കഴിച്ചിരിക്കും തീർച്ച എന്ന തലക്കെട്ടോടെ UDFന്റെ വിജയം വർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണെന്ന CPM നേതാക്കളുടെ വിമർശനം ആവർത്തിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് UDFനെ വിമർശിച്ചുകൊണ്ട് കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള റിയാസിന്റെ പ്രതികരണം. പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധിയെന്നും സർക്കാരിന്റെ വിലയിരുത്തലാണെന്നും PV അൻവർ. പിണറായി വിജയൻ വർഗീയമായി വോട്ട് പിടിക്കാൻ നോക്കിയെന്നും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം നഷ്ടമായി എന്നും
അൻവർ പറഞ്ഞു. ഇനിയെങ്കിലും UDF എല്ലാവരെയും കൂടെ കൂട്ടണമെന്നും കൃത്യമായ ധാരണയോടെ ഒരുമിപ്പിക്കണമെന്നും മലയോര മേഖലയുടെയും കടലോര മേഖല ജനതയുടെയും സംരക്ഷണം UDF ഏറ്റെടുക്കണമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. നിലമ്പൂരിലെ തിരിച്ചടി പാർട്ടി പരിശോധിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ജയിക്കാവുന്ന സാഹചര്യമുണ്ടായിട്ടും ഇടത് സ്ഥാനാർത്ഥി എന്തുകൊണ്ട് തോറ്റു എന്നത് സംസ്ഥാന ജില്ലാ ഘടകങ്ങൾ പരിശോധിച്ച് വിലയിരുത്തും. അൻവർ 20,000-ന് മുകളിൽ വോട്ട് നേടിയെന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും MA ബേബി പ്രതികരിച്ചു. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിൻ്റേതല്ല, ലീഗിൻ്റേതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കാനാവാത്ത വ്യക്തിത്വമായി അൻവർ മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലമ്പൂരിൽ തകർപ്പൻ വിജയം നേടിയതിന് പിന്നാലെ വോട്ടർമാർക്ക് നന്ദി പറയാനായി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് മണ്ഡലം പര്യടനം നടത്തും. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് മണ്ഡല പര്യടനം. രാവിലെ 9:30 ഷൗക്കത്ത് പാണക്കാട് എത്തി സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാറിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു. DNA പരിശോധനയിലൂടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. അമ്മയുടെ DNA സാമ്പിളുമായാണ് യോജിച്ചത്. രഞ്ജിതയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. സംസ്കാരം ഇന്ന് നടത്തുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. ഇന്ന് രാവിലെ 7 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തതിൻ്റെ 44.17% വോട്ട് ഷൗക്കത്തിന് ലഭിച്ചപ്പോൾ 37.88% വോട്ടാണ് സ്വരാജിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. PV അൻവർ 11.23% വോട്ട് പിടിച്ചു. 2021 അൻവർ ജയിക്കുമ്പോൾ LDFന് കിട്ടിയത് 81,227 വോട്ടായിരുന്നെങ്കിൽ ഇത്തവണ LDFിൻ്റെ വോട്ട് 66,660 ചുരുങ്ങി. UDFനാകട്ടെ കഴിഞ്ഞ തവണ 78,527 വോട്ടായിരുന്നത് ഇത്തവണ നേരിയ നഷ്ടത്തോടെ 77,737 വോട്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമരമ്പലം, കരുളായി, വഴിക്കടവ്, നിലമ്പൂർ, പോത്തുകല്ല് എന്നിവിടങ്ങളിൽ ലീഡ് നേടാൻ കഴിഞ്ഞ ഇടതുമുന്നണിക്ക് ഇക്കുറി ലീഡ് ചെയ്യാൻ കഴിയാത്ത കരുളായി പഞ്ചായത്തിൽ മാത്രം അതും 110 വോട്ടിൻ്റെ ലീഡ്, 18 വോട്ടിൻ്റെ. അമരമ്പലം, കരുളായി, പോത്തുകല്ല്, ചുങ്കത്തറ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും നിലവിൽ ഭരിക്കുന്നത് LDF ആണ്. ഇത് നിലമ്പൂരിലെ ജനങ്ങളുടെ വിജയമെന്നും കേരളത്തിലെ LDF ഭരണത്തിനെതിരെയുള്ള വിജയമാണെന്നും ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു. ഡീലിമിറ്റേഷന് ശേഷം ചോക്കോടും കാളികാവും ചാലിയാർ പഞ്ചായത്തും ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് നഷ്ടമായതിനു ശേഷം തൻ്റെ പിതാവിന് 2011 ലഭിച്ച ഭൂരിപക്ഷം 6,000-ന് അടുത്ത് വോട്ട് മാത്രമാണ്. അതിനുശേഷം 2ാം തവണയും UDF നഷ്ടപ്പെട്ട സീറ്റാണ്. ആ സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിക്കുകയാണെന്നും ഈ വിജയം കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ കാരണം പരിശോധിക്കുമെന്നും ഭരണവിരുദ്ധ വികാരമെന്ന് വിലയിരുത്താനാകില്ലെന്നും LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള പ്രകടനം നടത്താനായില്ലെന്നും ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാനായി എന്നും M സ്വരാജ് പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. സോളാർ എവിടെ നോക്കിയാലും സോളാർ തന്നെയല്ലേ. എന്നാൽ സോളാർ വെച്ചാൽ കറന്റ് പോയാൽ കറന്റ് ഇല്ലാതിരിക്കണം എന്നതാണ് വാസ്തവം. സോളാർ പ്ലാന്റ് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി വെറുതെ പാഴാകുന്നു. ഉപയോഗവും ഇല്ല, മീറ്റർ റീഡിംഗും ഇല്ല, എല്ലാം മൊത്തത്തിൽ നഷ്ടം മാത്രം. നിങ്ങൾക്കിതിന് ഒരു പരിഹാരം വേണ്ടേ? കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഹൈബ്രിഡ് സോളാർ വെച്ചാൽ നിങ്ങൾക്ക് കറണ്ട് പോകില്ല എന്ന് മാത്രമല്ല, ബാക്കി കറണ്ട് KCBക്ക് കൊടുത്ത വരുമാനവും ലഭിക്കുന്നു. എന്താ, വിശ്വാസമായില്ലേ? അപ്പോൾ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.